ഇന്ന് നമുക്ക് വെണ്ടയ്ക്കയും തക്കാളിയൊക്കെ ചേർത്ത് സൂപ്പർ മസാലക്കൂട്ടിൽ ഒരു അടിപൊളി വെണ്ടയ്ക്ക മസാല തയ്യാറാക്കിയെടുക്കാം. പത്തിരി, ചപ്പാത്തി, ചോറിൻ്റെ ഒക്കെ കൂടെ നല്ല ടേസ്റ്റാണ് കേട്ടോ. കഴിക്കാത്തവരൊക്കെ ഇതേപോലെ ഉണ്ടാക്കിയ വെണ്ടയ്ക്ക ഫുള്ളായിട്ട് കഴിക്കും. അതിനായിട്ട് നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള മുകാത്ത വെണ്ടയ്ക്ക വേണം എടുത്തു വെക്കാൻ. കൂടെ ഒരു സവോളയും കുറച്ച് പച്ചമുളകും പഴുത്ത ഒരു തക്കാളിയും കൂടി എടുത്തു വെച്ചിട്ടുണ്ട്. എല്ലാം കഴുകിയിട്ട് ഇതേപോലെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുത്ത് വെക്കാം. ഇതേപോലെ തന്നെ കട്ട് ചെയ്യണം കേട്ടോ. ഇനി നമുക്ക് കറി തയ്യാറാക്കാനായിട്ട് ആദ്യം ഒരു ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെണ്ടയ്ക്ക ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. വെണ്ടയ്ക്ക വഴുവഴുത്തതായിരിക്കും. നമ്മൾ സാമ്പാറിനൊക്കെ ഇടുമ്പോഴൊക്കെ ആദ്യം ഒന്ന് വഴറ്റി അതിൻ്റെ വഴുവഴുപ്പ് മാറ്റിയിട്ടല്ലേ. അതുപോലെ തന്നെ ഈ മസാലക്കറി തയ്യാറാക്കി എടുക്കുമ്പോഴും ഈ വഴുവഴുപ്പ് മാറാനായിട്ട് എണ്ണയിലൊന്ന് വഴറ്റി ഒന്ന് വേവിച്ചെടുക്കണം. കൂടുതലങ്ങ് ഫ്രൈ ആയിട്ടൊന്നും വരേണ്ട ആവശ്യമില്ല കേട്ടോ. അത്യാവശ്യം അതിൻ്റെ പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറിയിട്ട് ഒന്ന് വഴന്ന് വന്നാൽ മതി. ഇനി മസാലയിലൊക്കെ ചേർത്ത് നമ്മൾ ഒന്നുകൂടി വേവിക്കുന്നുണ്ട്. ഇത്രയും മതി കേട്ടോ. ഇനി നമുക്കത് എണ്ണയിൽ നിന്നൊന്ന് മാറ്റി വെക്കണം. ഇത് ഒരുമിച്ച് നമ്മൾ വഴറ്റിയെടുത്ത് വെച്ച് കഴിഞ്ഞാൽ വെന്ത് കലങ്ങി ഒരു ടേസ്റ്റും കിട്ടില്ല. അതുകൊണ്ടാണ് ആദ്യം വെണ്ടയ്ക്ക നമുക്ക് വഴറ്റി മാറ്റി വയ്ക്കാമെന്ന് പറഞ്ഞത്. ഇനി നമുക്ക് അതേ എണ്ണയിൽ തന്നെ കുറച്ച് കടുകിട്ട് കൊടുത്തിട്ട് അതൊന്ന് പൊട്ടി വരട്ടെ കേട്ടോ. കൂട്ടുകാരെ, വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് കാണണേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് ചെയ്യണം കേട്ടോ. കൂടെ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ. കടുകൊന്ന് പൊട്ടി വരുമ്പോൾ ഒരു നുള്ള് നല്ല ജീരകം കൂടി ഇട്ടിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കണം. ഇനി 1-2 വെളുത്തുള്ളി ഒന്ന് കീറിയിടണം. ചെറിയൊരു കഷ്ണം ഇഞ്ചി ഒന്ന് നൈസായിട്ട് നീളത്തിലോ എങ്ങനെ വേണമെങ്കിലും ഒന്ന് കനം കുറച്ച് കട്ട് ചെയ്തിട്ടിട്ട് ഈ വെളിച്ചെണ്ണയിൽ ഒന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ. അതിൽ തന്നെ ഒന്ന് ഇങ്ങനെ ഫ്രൈ ആയിട്ട് വരട്ടെ. വഴറ്റിയാലൊന്നും പോരാ, ഈ എണ്ണയിൽ തന്നെ കിടന്നൊന്ന് വഴറ്റി വരുമ്പോൾ കറിയിലേക്കൊക്കെ ചേർന്ന് വരുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവോളയും പച്ചമുളകും കൂടി ഇതിലേക്ക് ചേർക്കാം. സവോള ഇതേപോലെ തന്നെ ഇതളുകളെടുത്ത് കുറച്ച് കട്ടിക്ക് ഇതേപോലെ കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. നൈസായിട്ടൊന്നും കട്ട് ചെയ്ത് വഴറ്റി അങ്ങ് അലിത്തൊന്നും കളയണ്ട. പിന്നെ പച്ചമുളക് നീളത്തിലിട്ടത് കുട്ടികളൊക്കെ കഴിക്കുമ്പോൾ എടുത്ത് മാറ്റാൻ വേണ്ടിയിട്ടാണ്. അഥവാ കടിച്ചു പോകേണ്ട എരിവുള്ളതൊക്കെ ആകുമ്പോൾ അത്യാവശ്യം ട്രാൻസ്പെറൻ്റ് ആവുന്നവരെ ഇതൊന്ന് വഴറ്റിയെടുക്കണം. ബ്രൗൺ കളറായിട്ട് അങ്ങ് കരിഞ്ഞൊന്നും പോകണ്ട കേട്ടോ. അത്രയും മതിയാവും. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കാം. തക്കാളിയും വലിയ പീസസ് ആയിട്ട് തന്നെ ഇട്ടാൽ മതി കേട്ടോ. നൈസായിട്ടൊന്ന് അരിഞ്ഞ് വഴറ്റി അങ്ങ് അലുത്ത് പോകണ്ട ഈ റോസ്റ്റിന്. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് ഇതൊരു അടിപൊളി റോസ്റ്റായി മാറുന്നത്. നല്ലപോലെ ഒന്നും കരിയണ്ട, പച്ച മണമൊന്നും മാറി ഒന്ന് വഴന്ന് വന്നാൽ മതി കേട്ടോ. ഇത്രയും മതി. ഇനി നമ്മളൊക്കെ വേവിച്ചും കൂടി എടുക്കണം. വെളിച്ചെണ്ണയിൽ ഇങ്ങനെ വഴറ്റിയാൽ തന്നെ നല്ലൊരു രുചി കിട്ടും. ഇനി കുറച്ച് കറിവേപ്പിലയൊക്കെ ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ വഴറ്റുമ്പോൾ കറിവേപ്പിലയൊക്കെ ചേർത്ത് കൊടുത്താൽ നല്ലൊരു ഫ്ലേവറാണ്. ഇനി നമുക്കതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. കറിക്ക് ആവശ്യത്തിനുള്ളത് മതി. പിന്നെ എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡർ ഇട്ടാലും നല്ലൊരു കളറൊക്കെ കിട്ടും കേട്ടോ. ഞാനിവിടെ അത്യാവശ്യം എരിവുള്ള മുളക് പൊടി ചേർത്തു. പിന്നെ വേണ്ടത് സാമ്പാർ പൊടിയാണ് കേട്ടോ. സാമ്പാർ പൊടി 1 സ്പൂൺ ചേർത്ത് കൊടുക്കാം. വെണ്ടയ്ക്കയും തക്കാളിയൊക്കെ എടുക്കുന്നതിൻ്റെ അളവിനനുസരിച്ച് പൊടികളൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. ഒന്ന് വഴറ്റാൻ കരിയാതെ സിമ്മിലിട്ടിട്ട്, പൊടിയൊന്നും കരിയണ്ട. കുറച്ച് ഉപ്പൊക്കെ ചേർത്ത് ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരല്പം പുളി ചേർക്കണം. വാളംപുളി ഒരു കുഞ്ഞു നെല്ലിക്കയുടെ വലുപ്പമുള്ളതാണ്. അതൊന്ന് വെള്ളത്തിലിട്ടൊന്ന് കുതിർത്തെടുത്ത് അതിൻ്റെ ജ്യൂസും കൂടി ചേർത്ത് കൊടുക്കാം. ഈ തക്കാളിക്കൊന്നും അങ്ങനെ പുളി ഉണ്ടാവില്ലല്ലോ. എന്നാൽ കുറേ പുളിയൊന്നും ചേർക്കണ്ട കേട്ടോ. ഇതൊരു പുളിങ്കറിയായിട്ട് വരണ്ട. കുറച്ചൊരു പുളി ഇരിക്കുമ്പോൾ മസാലയുടെ കൂടെ നല്ലൊരു ഫ്ലേവറാണ് വെണ്ടയ്ക്കയിലൊക്കെ ഇങ്ങനെ പിടിച്ചു വരുമ്പോൾ. ഇനി നമുക്കിതൊക്കെ വേവുന്നതിനനുസരിച്ചൊരു വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം. കൂടുതൽ വെള്ളമൊന്നും ഒഴിക്കണ്ട കേട്ടോ. അത് അത്യാവശ്യമൊക്കെ വഴറ്റി വെച്ചത് കൊണ്ട് തന്നെ പെട്ടെന്ന് വെന്തോളും. ഒന്ന് വെന്ത് വറ്റി ഒന്ന് ചെറിയ ഗ്രേവിയോട് കൂടി മതി. ഇനി നമുക്ക് വഴറ്റി വെച്ചിട്ടുള്ള വെണ്ടയ്ക്കയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. വെണ്ടയ്ക്ക ഒരല്പം കൂടി വേവാനേ ഉണ്ടാവുള്ളൂ. അത് ഈ മസാലയിലൊക്കെ കിടന്ന് അങ്ങ് കുടിച്ച് വേവണം. അടച്ച് വെച്ച് ഹൈ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് തിളക്കട്ടെ. അടിയിൽ പിടിക്കാതെ ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കി ഇളക്കി കൊടുക്കണം കേട്ടോ. പെട്ടെന്ന് തന്നെ വറ്റിക്കോളും. ചട്ടിയിലൊക്കെ ആകുമ്പം നല്ല ചൂടായിരിക്കും. ഇതാ കണ്ടില്ലേ, വറ്റി വന്നു. വെണ്ടയ്ക്കെല്ലാം നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. തക്കാളിയൊക്കെ ഒന്ന് വെന്തു, എന്നാൽ കലങ്ങിയിട്ടും കൂടിയില്ല.
ഈ സമയത്ത് നമുക്കിതിൽ ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് കഞ്ഞിവെള്ളമാണ്, ചോറ് വെച്ച് വാർത്ത കഞ്ഞിവെള്ളം അതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇത് ചേർക്കുമ്പോൾ നല്ലൊരു രുചിയാണ്, ചെറിയൊരു കൊഴുപ്പും കൂടി കിട്ടും. വെണ്ടയ്ക്ക നമ്മൾ വഴറ്റി വേവിക്കുന്നതുകൊണ്ട് തന്നെ അത്ര കൊഴുപ്പൊന്നും വരില്ല. ചെറുതായിട്ടൊന്ന് കൊഴുത്ത് വരുമ്പോൾ നല്ലൊരു രുചിയാണ് ഈ റോസ്റ്റിന് കേട്ടോ. കുറച്ച് സമയം വെച്ചിരുന്ന് സ്റ്റൗ ഓഫ് ചെയ്ത് തണുത്ത് കഴിഞ്ഞാൽ സൂപ്പർ മസാലയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കൂ.